അത് മോശമായിട്ട് തന്നെയാണ്. കാരണം ഒരാളുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് യാത്രയെക്കുറിച്ച് ചോദിക്കുക, അവിടെ ചെന്നിട്ട് എന്നോട് എന്തോ അടുപ്പമുള്ള, എന്നോട് ഭയങ്കര കൂട്ടുകൂടാൻ, അയാളുടെ ലാംഗ്വേജ് ഡെഫിനറ്റ്ലി ഇതായിരിക്കില്ലല്ലോ. എനിക്കത് മീഡിയൻ്റെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് മുട്ടാൻ വരുന്ന സ്ത്രീയായിട്ടും അയാളുടെ പത്രാസ് കണ്ടിട്ട് പിന്നാലെ പോകുന്ന സ്ത്രീയായിട്ടുമാണല്ലോ അയാൾ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അത് തന്നെ വലിയ അശ്ലീലമല്ലേ? എൻ്റെ സുഹൃത്തുക്കളിൽ പെട്ടവർക്ക് തന്നെ അനുഭവമുണ്ട്. അപ്പം യൂത്ത് കോൺഗ്രസ്സിലെ പ്രധാന പ്രശ്നമായിട്ട് ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം, ഷാഫി പറമ്പിലിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അയാളിലെത്തുന്ന പരാതികൾ എങ്ങോട്ടും എത്താറില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊരാളില്ല, എൻ്റെ സ്നേഹം നിങ്ങൾക്ക് എന്നുള്ള രീതിയിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം ഇത് എവിടെയും ഇരകൾ തമ്മിൽ പരസ്പരം അറിയുന്നില്ല. അവരൊക്കെ വിചാരിക്കുന്നത് ഇയാൾ കാണിക്കുന്ന സ്നേഹം സത്യമാണെന്ന് വിശ്വസിച്ചിട്ടാണല്ലോ ഇയാൾ കൂടെ പോകുന്നത്. പക്ഷേ ഇതല്ല അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായിട്ടും എനിക്ക് ജനത്തോട് പറയേണ്ടതുണ്ട്. കാരണം ഇയാൾ ആൾക്കൂട്ടങ്ങളിൽ പറഞ്ഞുണ്ടാക്കുന്ന ഈ വൃത്തികേടുകൾ ജനം അറിഞ്ഞാൽ മാത്രമേ, ഇതുവരെ പെട്ടു. ഇനി ഒരു സ്ത്രീകളും അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ കൺസേൺ. അതുകൊണ്ടാണ് ഇനി ഏറ് കിട്ടിയാലും കുഴപ്പമില്ല, ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുന്നത് ഞാൻ തീരുമാനിക്കുന്നത്. കാരണം ഇതിപ്പോൾ എൻ്റെയും കൂടെ വിഷയമാണല്ലോ. അതിനുള്ള ധൈര്യം രാഹുലിനുണ്ടെങ്കിൽ രാഹുൽ അത് ചെയ്യട്ടെ. അപ്പം ഞാൻ അതിനെ ധീരമായിട്ട് തന്നെ ഞാൻ അതിനെ ഫേസ് ചെയ്യും. എനിക്ക് ഈ ഒരു വിഷയത്തിൽ യാതൊരുവിധ ക്ലാരിറ്റി പ്രശ്നവുമില്ല.